നമസ്കാരം. എത്രയോ വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച് പാർട്ടിക്കുള്ളിലെ എല്ലാ അണിയറ രഹസ്യങ്ങളും നിലപാടുകളും പോരായ്മകളും അഴിമതികളും കൃത്യമായി അറിയാവുന്ന ഒരു മുതിർന്ന നേതാവ് തന്നെ ഒടുവിൽ ആ പാർട്ടിയെ പരസ്യമായി തള്ളിപ്പറയണമെങ്കിൽ അതിനു പിന്നിൽ എത്രത്തോളം വലിയ അഴിമതിയും അക്രമവാസനയും ജീർണതയും ഉണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കണം. മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ ജി സുധാകരൻ ഇപ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിലെ ക്രിമിനലുകൾക്കെതിരെ അതീവ ഗുരുതരമായ പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. അമ്പലപ്പുഴയിലെ CPM നേതാവായ H സലാമിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് സുധാകരൻ ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത്. CPMന്റെ വേഷവും കെട്ടി നടക്കുന്നത് വെറും പൊളിറ്റിക്കൽ ക്രിമിനലുകളാണെന്നാണ് ജി സുധാകരൻ പരസ്യമായി തുറന്നടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പിരിച്ച കോടാനുകോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ യഥാർത്ഥ കണക്കുകൾ താൻ പുറത്തുവിട്ടാൽ ഈ പറയുന്ന H സലാം ഇന്ന് CPMൽ ഉണ്ടാകില്ലെന്നും അയാളെ പാർട്ടിയിൽ നിന്നും ചവിട്ടി പുറത്താക്കുമെന്നുമാണ് സുധാകരൻ വെല്ലുവിളിച്ചിരിക്കുന്നത്. H സലാമിന് വല്ല വിവരവുമുണ്ടോ? താൻ കണക്ക് പറഞ്ഞാൽ അവൻ പാർട്ടിക്ക് പുറത്താണ്. തനിക്കിപ്പോഴും യഥാർത്ഥ കമ്മ്യൂണിസം ഉള്ളിലുണ്ട്. ഇലക്ഷൻ കാലത്ത് ഇവർ പിരിക്കുന്ന ഫണ്ടിന്റെ കണക്ക് പൊതുജനങ്ങളോട് പറയാൻ ധൈര്യമുണ്ടോ? ഇയാളാണോ വലിയ കമ്മ്യൂണിസ്റ്റ്? ഇയാൾക്ക് തന്നോട് വെറും വ്യക്തിവൈരാഗ്യമാണ്. ഗുണം പിടിക്കില്ല. ആദ്യം പോയി മാർക്സിസവും ലെനിനിസവും പഠിക്കട്ടെ. അമ്പലപ്പുഴയിൽ ഇനി ആ പുല്ല് കിളിർക്കാൻ പോകുന്നില്ല എന്നാണ് സുധാകരൻ പരിഹാസത്തോടെ തുറന്നടിച്ചത്. ഇതിനു പുറമെ 2 മാസം മുൻപ് തനിക്കെതിരെ ചില സ്ത്രീജനങ്ങളെ മുൻനിർത്തി നടത്തിയ പ്രതിഷേധ നാടകത്തിന് പിന്നിലും ഈ ക്രിമിനൽ സംഘമാണെന്ന് സുധാകരൻ ആരോപിക്കുന്നുണ്ട്. വെറും 12 പേർ തികച്ചില്ലാത്ത ആ പരിപാടിയിലേക്ക് അന്തസ്സും അഭിമാനവുമുള്ള ഒരു സ്ത്രീയും വരില്ലെന്നും സുധാകരൻ പറയുന്നു. അമ്പലപ്പുഴയിൽ വെച്ച് തനിക്കെതിരെ കയ്യേറ്റ ശ്രമം ഉണ്ടായെന്നും ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും സുധാകരൻ അറിയിച്ചു കഴിഞ്ഞു. സ്കൂളിലെ ചില ഗുരുതരമായ വിവരങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയെയും തദ്ദേശ വകുപ്പ് മന്ത്രിയെയും അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ജി സുധാകരൻ വല്ലാത്ത ശുഭിതനായി ചാടി വീഴുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. മാധ്യമങ്ങളുടെ മൈക്കുകൾ അദ്ദേഹം തട്ടിമാറ്റി. H സലാമുമായി ബന്ധപ്പെട്ട ചോദ്യം കേട്ടതോടെ കൺട്രോൾ പോയ സുധാകരൻ പാർട്ടിയുടെ സ്വന്തം ചാനലായ കൈരളി TVയുടെ റിപ്പോർട്ടറെ പോലും പരസ്യമായി അധിക്ഷേപിച്ചു. താൻ എവിടുത്തെ മാധ്യമ പ്രവർത്തകനാണെന്ന് ചോദിച്ച സുധാകരൻ ആ മാധ്യമ പ്രവർത്തകനെ വർഗീയവാദി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തു. മുൻപ് അയാൾ ഒരു വർഗീയ സംഘടനയിൽ പ്രവർത്തിച്ച കാര്യം തനിക്ക് കൃത്യമായി അറിയാമെന്നാണ് സുധാകരൻ ക്യാമറയ്ക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞത്. പാർട്ടിയിലെ ഫണ്ട് വെട്ടിപ്പും അഴിമതിയും ക്രിമിനലിസവും സ്വന്തം നേതാവ് തന്നെ തെരുവിൽ വിളിച്ചു പറയുമ്പോൾ അത് മൂടിവെക്കാൻ വേണ്ടി മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടാൻ നോക്കുന്ന കമ്മ്യൂണിസ്റ്റ് ശൈലിയാണ് സുധാകരനും ഇവിടെ പുറത്തെടുത്തത്. ചുരുക്കത്തിൽ അഴിമതിയുടെയും ക്രിമിനലിസത്തിന്റെയും വലിയൊരു കൂടാരമായി CPM മാറിയെന്ന് പാർട്ടി വിട്ടെങ്കിലും ജി സുധാകരൻ അടിവരയിട്ട് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ പേരിൽ സ്വന്തം നേതാക്കൾ നടത്തുന്ന കോടികളുടെ വെട്ടിപ്പുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പുറത്തു വരുമെന്നും ഉറപ്പാണ്. പാർട്ടി കൊടിയുടെ തണലിൽ നടക്കുന്ന ഇത്തരം ഫണ്ട് തട്ടിപ്പുകളെയും ക്രിമിനൽ സംഘങ്ങളെയും മാറ്റി നിർത്തി നാടിന്റെ സുതാര്യമായ പുരോഗതിക്കായി മുന്നോട്ടു പോകുന്ന ഭരണമാണ് ഇനി ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനി CPMന് ഒരു തിരിച്ചുവരവ് അസാധ്യമായും കഴിഞ്ഞു.